വെൽക്കം ബാക്ക് ഗൈസ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ട്രിവാൻഡ്രത്ത് ഹൈവേയിലാണ്. ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ബൈക്ക് ഓടിക്കാൻ തന്നിട്ടുണ്ട്. ട്രിവാൻഡ്രം പട്ടത്തുള്ള മുത്തൂട്ട് എമ്മയാണ് എനിക്ക് ബൈക്ക് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ആ സ്പെഷ്യൽ ബൈക്ക് ഞാൻ കാണിച്ചു തരാം. ഏറ്റവും ലേറ്റസ്റ്റ് R15 M ആണ്, കാർബൺ ഫൈബർ എഡിഷൻ, ടോപ്പ് വേരിയൻ്റ് ആണ്. ബൈക്കിൻ്റെ ഒരുപാട് കാര്യങ്ങൾ എനിക്കിപ്പോൾ പറയാനുള്ള ടൈമില്ല. ഞാൻ ജസ്റ്റ് ഈ ബൈക്ക് എനിക്കിന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷയല്ല. ഞാൻ ഇന്ന് അവരുടെ കൂടെ ഒരു റൈഡിന് വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് ഗോപാൽ സാർ എനിക്ക് ഈ വണ്ടി തന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് സമയം ഓടിച്ചു. നല്ല രസമാണ് ഓടിക്കാൻ. കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു കാർബൺ ഫൈബർ എലമെൻറ്റ്സ് ആണ്. ഇപ്പോൾ എൻ്റെ ബൈക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഫ്രണ്ട് ഈ മാസ്ക് മുഴുവൻ ഒരു കാർബൺ ഫൈബർ സ്ട്രക്ചറാണ്. അതുപോലെ തന്നെ ഇതിലെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സ്വിച്ച് സെറ്റപ്പ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ജോയ്സ്റ്റിക്ക് ടൈപ്പ് സ്വിച്ചൊക്കെയാണ് വരുന്നത്. ഹസാർഡൊക്കെ ഇപ്പോൾ ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഇതുപോലത്തെ നമ്മുടെ വേർഷൻ 3 കാണുമ്പോഴത്തെ ഉള്ള ഒരു കിൽ സ്വിച്ചാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സെൽഫ് സ്റ്റാർട്ടർ ബട്ടൺ ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡയൽ നോക്കുകയാണെങ്കിൽ മെനു, അതുപോലെ തന്നെ മ്യൂസിക്കിൻ്റെ ഓപ്ഷൻ കാണാൻ, നാവിഗേഷൻസ് പുതിയതായിട്ട് വരുന്നുണ്ട്, നോട്ടിഫിക്കേഷൻസിൻ്റെ ഇത്, അതുപോലെ തന്നെ വെതർ. അതുപോലെ ഇതിപ്പോൾ എനിക്ക് ഈ ഒരു ബൈക്ക് കിട്ടുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷയല്ല. പെട്ടെന്ന് എനിക്കിത് തന്നപ്പോഴത്തേക്കും എനിക്കിപ്പോൾ ആക്ച്വലി ഞാൻ അതിനകത്തുള്ള കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ ഒരു ലേ ഔട്ടൊക്കെ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ടാങ്കിൽ കാണുന്ന ഈ ഒരു Yamaha R1 വരുമ്പോഴുള്ള ചെറിയ ഒരു വ്യത്യാസത്തിലുള്ള സ്റ്റിക്കറൊക്കെ വരുന്നുണ്ട്. ടാങ്കൊക്കെ ഓൾമോസ്റ്റ് സെയിം കളർ തന്നെയാണ്. ഈ ഒരു സ്റ്റിക്കറിങ് മാത്രമാണ് വ്യത്യാസം വരുന്നത്. അതുപോലെ തന്നെ ടൈൽ സെക്ഷനും എല്ലാം കംപ്ലീറ്റ്ലി കാർബൺ ഫൈബർ എലമെൻറ്റ്സ് വരുന്നുണ്ട്. ബാക്കി ഓൾ ടുഗെദർ ബൈക്ക് കാണാൻ നല്ല അടിപൊളി ലുക്കല്ലേ. ഈ ഒരു സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ R15 M എന്നുള്ള റൈറ്റിംഗ് ഒക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഫുൾ ഒരു കാർബൺ ഫൈബർ സ്ട്രക്ചറിലാണ് ബൈക്ക് കംപ്ലീറ്റിലുള്ളത്. നല്ല രസമാണ് കേട്ടോ ബൈക്ക്. ഫുൾ ബ്ലാക്കിൽ ആ ഒരു DRL കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഗോൾഡൻ ഫോക്സും ആ ഒരു ഫുൾ ബ്ലാക്ക് ആയപ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ കാണാം. പിന്നെ വീൽസും എൻ്റെ ബൈക്ക് വരുമ്പോൾ തന്നെ സെയിം ബ്ലൂ വീൽസാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ബൈക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ ബൈക്ക് വാങ്ങിക്കാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ സ്ക്രീനിലൊരു നമ്പർ കൊടുക്കാം. ഗോപാൽ എന്നാണ് സാറിൻ്റെ പേര്. ബ്ലൂ സ്കോർ ഷോറൂമിൻ്റെ GM ആണ് പുള്ളി. നിങ്ങൾക്ക് ബൈക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പുള്ളീനെ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി. പുള്ളി നിങ്ങൾക്ക് എല്ലാ ഹെൽപ്പും ചെയ്തു തരും. സോ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എനിക്കിത് ഓടിച്ച് എനിക്ക് ആ ഒരു കൊതി തീർന്നില്ല. ഞാനിപ്പോൾ ഇനി ഓടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.